ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. അനുമതിയില്ലാതെ ഹോർമൂസ് കടക്കുന്ന കപ്പലുകളെ ലക്ഷ്യം വയ്ക്കും. ആക്രമണം നിർത്തിയില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ മരണം 254 മെറിൻ മാരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. മെറിൻ, ഇറാൻ വളരെ വലിയൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത്. ആക്രമണം തുടർന്നാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്നല്ലേ? ഗുഡ് ഈവനിംഗ് അമൃത ആൻഡ് അനൂപ്. പശ്ചിമേഷ്യയിൽ സംഘർഷം ഇപ്പോൾ പ്രവചനാതീതമായ സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് രണ്ടാഴ്ചത്തെ ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇപ്പോൾ ഇസ്രായേൽ ലെബനനിൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു. ആ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ഇറാൻ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ആക്രമണം തുടർന്നാൽ ശക്തമായി തന്നെ തിരിച്ചടിയുണ്ടാകും. ഇറാൻ ദുഃഖിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇസ്രായേൽ ദുഃഖിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുടെ ടെലിഗ്രാമിലൂടെയുള്ള പ്രതികരണം വന്നിരിക്കുന്നു. അതായത് ഈ ഒരു അമേരിക്ക തീരുമാനമെടുക്കണം, യുദ്ധത്തിനിടയിലും അല്ലെങ്കിൽ യുദ്ധം വേണോ വെടിനിർത്തൽ വേണമോ എന്ന് അമേരിക്ക തീരുമാനമെടുക്കണം. പന്തിപ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണ്. അമേരിക്കയുടെ തീരുമാനമാണ് ഈ കാര്യത്തിൽ നിർണായകമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ടെലിഗ്രാമിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഹോർമൂസിലൂടെ അനുമതി ഇല്ലാതെ പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വയ്ക്കും, അവ തകർക്കുമെന്നും ആക്രമണത്തിൽ വലിയ രീതിയിൽ ദുഃഖിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ലെബനനിലെ 100-ലധികം കേന്ദ്രങ്ങളിൽ ആണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിൽ 10 മിനിറ്റിന് അകമാണ് ഈ 100-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായത്. തെക്കൻ ലെബനൻ, ബെയ്റൂത്ത്, അതുപോലെ തന്നെ ബെക്ക താഴ്വര എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം നടന്നത്. ഈ ഒരു ആക്രമണത്തിൽ 254 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. 1000-ലധികം പേർക്ക് പരിക്കേറ്റെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പം മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നെതന്യാഹു പറഞ്ഞത് ഈ വെടിനിർത്തലിൽ ഹിസ്ബുള്ള ഒരിക്കലും ഉൾപ്പെടുന്നില്ല, ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം തുടരും, ഇസ്രായേലിന് ഇനിയും ലക്ഷ്യങ്ങൾ നേടാനുണ്ട്, അതുകൊണ്ട് തന്നെ ആക്രമണം തുടരുമെന്ന് തന്നെ കടുപ്പിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അല്പം മുൻ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഈ വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ട്രംപും വ്യക്തമാക്കിയത്. എന്തായാലും ഇസ്രായേലിന്റെ നീക്കത്തോടെ എന്താകുമെന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഉള്ളത്. വരും ദിവസങ്ങളിൽ ഹോർമൂസിനെ കേന്ദ്രീകരിച്ച് ഇറാൻ സമ്മർദ്ദം ശക്തമാക്കുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഈ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക്, ആശ്വാസ വാർത്തകളിൽ നിന്നും സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ IRGC ആണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയും ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് ഇറാന്റെ മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മെറിൻ മാരി ചാക്കോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.